അമ്മയുടെ മോളാരാ? ഞാനാ. ഹാപ്പി ആണോ അച്ഛാ? ഹാപ്പി ആണോ? എന്താ നേരത്തെ ആൾക്കാരാണ്. കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പോയവർ ആരോരുമില്ലാത്ത മാത്രമാണ് നമ്മൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ആരുമില്ല. നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൈകോർത്ത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊടുങ്ങല്ലൂരുള്ള അഗതി മന്ദിരത്തിലേക്കാണ്. ഈ ഓണക്കാലത്തെ ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിക്കാനായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. ഈ വർഷം ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരായിട്ടാണ് നമ്മളിവിടെ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ടേ ഒരു വിങ്ങലായി എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചവരാണ് ഇവരെല്ലാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പ്രിയപ്പെട്ടവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഒരു വീഡിയോസും അങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. അത് ലാസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ പ്രാർത്ഥനയാണ് നടന്നത്. സ്വരൂപനായ ദൈവമേ, ഇന്ന് ഏറെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ, ഓണത്തിൻ്റെ മഹോന്നതമായ ഈ ദിവസം ശ്രേയം അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം കാരുണ്യവും അവരുടെ മേൽ അവരുടെ ജീവിതത്തിന് ഐശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും നൽകുന്ന ആശ്രയം അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർ അവരുടെ നിറവാർന്ന മനസ്സോടെ ഉണർന്ന ഹൃദയത്തോടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ദൈവമേ, പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഓണസദ്യ കഴിക്കാനായിട്ട് നടക്കാൻ പറ്റുന്നവരൊക്കെ അപ്പുറത്തുള്ള ഒരു ഹാളിൽ ടേബിളൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്നിട്ടാണ് കഴിച്ചത്. നടക്കാൻ പറ്റാത്തവർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ മുഖത്തൊക്കെ ദൂരെ നിന്നുള്ള ബന്ധുക്കളോ മക്കളോ ഒക്കെ കാണാൻ വന്ന പോലത്തെ സന്തോഷമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നമുക്കും എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ളവരുടെ കൂടെയൊക്കെ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവണം. നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തണം. അവരെ സ്നേഹിക്കാനും അവർക്ക് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കാനും. നമ്മൾ എന്തോരം കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് തിരക്കിട്ട് ഓടുന്നു. കുറച്ച് സമയമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്കും കൂടി മാറ്റി വെക്കേണ്ടതാണെന്നാണ് എനിക്ക് അവിടെ പോയപ്പോൾ തൊട്ട് മനസ്സിലായത് കേട്ടോ. അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം ഞങ്ങൾ ഇരുന്ന് ഓണസദ്യ കഴിച്ചു. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ, ഓരോ സാഹചര്യങ്ങളാൽ അവിടെ എത്തപ്പെട്ടവരാണ് ഓരോരുത്തരും. ഓരോ ജീവിതങ്ങൾക്കും ഓരോരോ കഥകളുണ്ട്. നമ്മൾ ആരുടെ അടുത്തും അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില അമ്മമാർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു അവരുടെ മക്കൾ മരിച്ചതാണെന്നൊക്കെ. പറ്റാവുന്ന വിധത്തിൽ ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുന്നത് സമാധാനമായിട്ടിരിക്കാനാണ്, സന്തോഷമായിട്ടിരിക്കാനാണ്. പക്ഷേ അത് എത്രത്തോളം അവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമെന്ന് നമുക്കറിയില്ല. തുടരെ ഇതുപോലെ ഓരോരുത്തർ വന്ന് അവരെ കാണും, അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. കുറച്ച് സമയമൊക്കെ എല്ലാവരോടും കൂടെ ചിലവഴിക്കും. അവരെ ഒന്ന് ഹഗ് ചെയ്യും കൂടി ചെയ്യുക. അതുപോലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കും തോന്നും ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന്. അവിടെയുള്ള ഓരോ മുഖങ്ങളിലും ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ തന്നെയാണ് കണ്ടത്. അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഇല്ല, ഇപ്പോൾ ഈ ലോകത്തില്ല. പക്ഷെ ഇതുപോലെയുള്ളവരിലൂടെ അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും അറ്റാച്ച്മെന്റ് തോന്നുന്നത് അവരോടൊക്കെ. ഇവരുടെ ഈ അനുഗ്രഹം തന്നെ മതിയല്ലോ നമ്മുടെയൊക്കെ ജീവിതം ധന്യമാവാൻ. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരോടാണ് എനിക്ക് അളവില്ലാത്ത നന്ദി പറയാനുള്ളത്. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ലാതെ അവരുടെ മനസ്സിൻ്റെ നന്മയാണ് നമ്മൾ കാണേണ്ടത്. അവിടേക്ക് പോകുമ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനമ്മമാരെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫേസ് ഒന്നും കാണിക്കണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെക്കുറിച്ച് പുറം ലോകം അറിയണം എന്നാണ് പറയുന്നത്. അവർക്ക് വീഡിയോയിൽ നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു ആഗ്രഹം പറഞ്ഞത് വലിയൊരു വീട്ടിലേക്ക് മാറണം. അപ്പോൾ അതിനുള്ള പ്ലാനൊക്കെ തയ്യാറായിട്ടുണ്ട്. വീഡിയോയുടെ എൻഡിൽ നമ്മൾ അവിടുത്തെ ശൂന്യാജിയോട് സംസാരിക്കുന്നതുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ. ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു അച്ഛനും അമ്മയും അവർക്ക് ഗുരുവായൂരപ്പനെ കാണണം, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഞങ്ങൾക്കും പോരണമെന്ന്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. തൽക്കാലത്തെ ഗുരുവായൂർ അമ്പലത്തിലെ തിരക്കൊന്ന് കുറയുന്ന സമയത്ത് നമുക്ക് അവരെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ, അതിന് അനുവാദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓണക്കോടി കൊടുത്തപ്പോൾ അതിലൊരു അമ്മയ്ക്ക് വല്ലാതെ സങ്കടം വന്നു. അപ്പോൾ അവർക്ക് ഓണക്കോടി കൊടുക്കാൻ പറ്റില്ല, അവരുടെ ചേച്ചി മരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ അച്ഛന്മാരൊക്കെ മേലെയാണ്.
തീരെ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്ത 1-2 അച്ഛന്മാർ മാത്രമേ താഴെയുള്ളൂ, ബാക്കി എല്ലാവരും മേലെയാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ഓണക്കോടി കൊടുക്കാനായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. നമ്മളെക്കാൾ ഒരുപാട് പ്രായം കൂടിയ ആൾക്കാരെ നമുക്ക് നേരെ നിന്ന് കൈകൂപ്പുമ്പോൾ എനിക്ക് തോന്നിയത് ദൈവം മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് കൈകൂപ്പണേക്കാൾ മുൻപ് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, അതേ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞത്. എനിക്ക് വിവരിക്കാൻ ആകുന്നില്ല സത്യത്തിൽ. ഈ അച്ഛനമ്മമാരെ ഇവിടെ വളരെ വളരെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ പരിചരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അവർക്ക് പരമാവധി നല്ല സൗകര്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി നല്ല വീട്ടിലേക്ക് മാറണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ശൂന്യാജിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കേട്ടറിയാം. നമസ്കാരം. നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ചൊന്ന് കൂടുതലായിട്ട് അറിയണമെന്നുണ്ട്. എങ്ങനെയാണ് ഇവിടേക്ക് അച്ഛനമ്മമാരൊക്കെ എത്തിപ്പെടുന്നത്, എന്ത് ഇതിലാണ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ TFL ഫൗണ്ടേഷൻ എന്ന് പറയും, ശ്രീ ജീവാനന്ദ മഹർഷി അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് TFL, ടെൻഷൻ ഫ്രീ ലൈഫ് എന്നുള്ളൊരു കോഴ്സ്. അപ്പോൾ അത് നമുക്ക് ഓൾ കേരള നമ്മുടെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ നമ്മുടെ ചിലവ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പൈസയും നമ്മളിതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമ്മൾ 10-450 പൊതി ചോറ് പടിഞ്ഞാറ് നടയിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് പലരും ഗുരുജിയോട് വന്നിട്ട്, ഗുരുജി ഞങ്ങൾക്ക് കിടക്കാനൊരു ഇടം, ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം മതി, ഞങ്ങൾക്ക് പോയി കിടക്കാനൊരു സ്ഥലമില്ല, ആരും നോക്കാനില്ല, അപ്പോൾ കിടക്കാനൊരു സ്ഥലം ഉണ്ടാക്കി തന്നൂടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്വന്തമായൊരു സ്ഥലമൊക്കെ ആയിട്ട് മാത്രം മതി ഇങ്ങനെ എന്തെങ്കിലും നോക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ നിമിത്തം എന്ന് തന്നെ പറയാം, അങ്ങനെ നമ്മൾ അത് ആ വരുമാനം കൊണ്ട് തന്നെ ഒരു വാടക കെട്ടിടം എടുത്ത് അന്ന് തുടങ്ങിപ്പോയതാണ് ശരിക്കും സത്യത്തിൽ. അപ്പോൾ ഇത് വാടക കെട്ടിടമാണ്. വാടക കെട്ടിടത്തിലാണ് 18,000 രൂപ വാടകയാണ്. ഒരു 5-6 വർഷത്തോളമായി നമ്മളിവരെ ഇവിടെ നോക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും അർഹതപ്പെട്ട ആൾക്കാരാണ്. കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ആരോരുമില്ലാത്തവർ, വിവാഹം കഴിക്കാതെ ഒറ്റപ്പെട്ടു പോയവർ, ആധാർ കാർഡ് പോലും ഇല്ലാത്തവർ, അങ്ങനെ എല്ലാ ജാതി മത വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു 60 വയസ്സ് മുതൽ 100-102 വയസ്സ് വരെ പ്രായമുള്ള അച്ഛനമ്മമാരാണ്. അപ്പോൾ അവർക്ക് ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ എത്തിപ്പെടുന്നത്. പോലീസ്, MLA, അതുപോലെ സാമൂഹ്യശ്രമവും പിന്നെ വാർഡ് മെമ്പർമാർ, അങ്ങനെയുള്ള പിന്നെ വീട്ടുകാരായിട്ട് കൊണ്ടാക്കി 1-2 പേരുണ്ട്. അതായത് അവർ 5 പെൺമക്കൾ, അപ്പോൾ അച്ഛനും അമ്മയും ഇല്ല, ആരും നോക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള 1-2 പേരുമുണ്ട്. അങ്ങനെയുള്ള ശരിക്കും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലം നമ്മളായിട്ടുണ്ട്. നമ്മുടെ ഗുരുജിയുടെ ശിഷ്യൻ തന്നെ അവർ സൗജന്യമായിട്ട് തന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്ന ഒരു ഭൂമി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബിൽഡിങ്ങൊക്കെ പണിയണം, അവർക്ക് നല്ല സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിലിപ്പോൾ ഒരു 18 സെൻറ്റ് സ്ഥലം ആയിട്ടുണ്ട്. നമുക്ക് കൊടുങ്ങല്ലൂർ തന്നെ മുനിസിപ്പാലിറ്റി തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ബിൽഡിംഗ് അവർക്ക് അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ മാഡത്തിനെ പോലുള്ള ഒരുപാട് പേരെ സഹായ സഹകരണവും സ്നേഹവും മാത്രമാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൈകോർത്ത് പിടിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഇപ്പൊ ഇവിടെ എത്ര അച്ഛനമ്മമാരുണ്ട്? 32 പേരാണ് ടോട്ടൽ ഉള്ളത്. ഇനിയും വരാൻ 3 പേര് നിൽക്കുന്നുണ്ട്, പക്ഷെ സ്ഥലം ഇല്ല കിടക്കാനായി. നമ്മൾ കണ്ടു ഇവിടെ സ്ഥലപരിമിതി നന്നായിട്ടുണ്ട്. സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾക്കും തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് വീടിന്റെ പണി കഴിയട്ടെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കൊക്കെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ഇവരെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല, നമ്മുടെ അച്ഛനമ്മമാരാണെന്ന് അങ്ങനെ തന്നെ തോന്നിക്കൊണ്ട് ആർക്കൊക്കെയാണ് സഹായിക്കാൻ പറ്റുക വെച്ചാൽ അവരുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് ഞാനും കൂടി പറയുകയാണ്. ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വരാൻ കാണിച്ച വലിയ മനസ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം.